ഒരു നോമ്പ് കാലഘട്ടത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അനുതാപത്തിൻ്റെയും പുതുക്കത്തിൻ്റെയും നാളുകളാണ് നോമ്പ് കാലഘട്ടം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 118:24. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. യഹൂദന്മാരുടെ ആരാധന ഉപയോഗിച്ചിരുന്ന സ്തുതിഗാനങ്ങളുടെ അവസാന ഭാഗമാണ് 118-ാം സങ്കീർത്തനം. രക്ഷയുടെ നന്ദി സൂചകമായും ഈ ഗാനം പാടിയിരുന്നു. ഹീബ്രു ബൈബിളിൽ ഉൾപ്പെട്ടിരുന്ന ഒരു സങ്കീർത്തനം കൂടെയാണിത്. ദൈവത്തിൻ്റെ സ്ഥിരമായ സ്നേഹത്തെയും കരുണയും പുകഴ്ത്താൻ ജനങ്ങളെയും പുരോഹിതന്മാരെയും വിളിക്കുന്ന അനുഭവം ഈ സങ്കീർത്തനത്തിനുണ്ട്. വ്യക്തിപരമായ രക്ഷാ അനുഭവമായും ആരാധനയിലേക്കുള്ള പ്രവേശനമായും ഈ സങ്കീർത്തനത്തെ കാണാം. 24-ാം വാക്യം, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. പ്രശ്ന സങ്കീർണമായ അവസ്ഥകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. മനുഷ്യജീവിതത്തിൽ പലതരത്തിലുള്ള വേദനകളും വിഷമങ്ങളും ദുഃഖങ്ങളും കടന്നു വരാറുണ്ട്. എന്നാൽ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം എന്നുള്ളത്. സന്തോഷം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു അനുഭവമാണ്. സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ പലതരത്തിലുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്നു. എല്ലാ വഴികളും ശരിയായ സന്തോഷം നൽകുന്നില്ല. ചില സന്തോഷങ്ങൾ വീണ്ടും കൂടുതൽ ദുഃഖത്തിലേക്ക് നയിക്കുകയാണ്. മനുഷ്യൻ തിരഞ്ഞെടുക്കുന്ന പല വഴികളും സന്തോഷം നൽകുവാൻ വേണ്ടി എടുക്കുന്ന വഴികൾ പലപ്പോഴും പരാജയത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു വ്യക്തിയുടെ മാനസിക ശാരീരിക പ്രവർത്തനങ്ങൾക്ക് സന്തോഷത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നതിന് കഴിയുന്നു. സന്തോഷവും ആനന്ദവും ഒരുപോലെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയൂ. സന്തോഷമില്ലാത്ത ജീവിതത്തിൽ ആനന്ദം കണ്ടെത്താൻ കഴിയുകയില്ല. മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം ലഭിക്കുന്നത് ക്രിസ്തുവിലൂടെയാണ്. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം അറിയാതെ മനുഷ്യ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന ദൈവമാണ്. ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിലാണ് നാം ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ലഭിക്കണമെങ്കിൽ ക്രിസ്തു നമ്മുടെ കൂടെ വസിക്കണം. ക്രിസ്തുവുള്ള ജീവിതങ്ങൾക്ക് മാത്രമേ സന്തോഷവും സമാധാനവും ആനന്ദവും നൽകുവാനായിട്ട് കഴിയുകയുള്ളൂ. നോമ്പിന്റെ കാലഘട്ടം എന്നത് നിരാശയുടെയും ദുഃഖത്തിൻ്റെയും വേദനയുടെ സമയമല്ല, പകരം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും നിമിഷങ്ങളാണ്. ഈ നോമ്പ് കാലഘട്ടം അത്തരത്തിലായി തീരുവാൻ ഇന്നത്തെ ധ്യാന ചിന്തയിലൂടെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.